തന്നെ വേണം. ഇവിടെ ആവശ്യം നമ്മൾ 2:30 വന്ന നമ്മളാണ്. മണി 10 മണിയായി. ഇതുവരെ വേണം വന്നിട്ട് ആവശ്യമില്ലാത്ത ആസിഫലിയുടെ പ്രൊമോഷൻ എന്ന് പറഞ്ഞ് വെറുതെ നമ്മളോട് പിടിച്ചെടുത്ത് കുറ്റിയടിച്ച് നിർത്തിയാണ്. വീട്ടിൽ നിന്ന് ഒരു പെർമിഷൻ വാങ്ങാതെ വേണമെന്ന് കാണാനുള്ള ആഗ്രഹം കൊതിയും കൊണ്ട് വന്നതാണ്. ഇവിടെ വന്നിട്ട് ഇപ്പം എത്ര മണിക്കൂറായിട്ട് നമ്മൾ 2:30 വന്ന നമ്മളാണ്. 2:30 തൊട്ട് വന്ന നമ്മളാണ്. നമുക്ക് വേടനെ കണ്ടേ പറ്റൂ. എത്രയും പെട്ടെന്ന് വേടൻ ഇവിടെ എത്തണം. 2 മണിയോട്ട് വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് 8:30 ഷോ തുടങ്ങും പറയുന്നത് മണി 10 മണിയായി. നമ്മളിനി എപ്പോഴാണ് വീട്ടിൽ പോണത്? ഇപ്പൊ ഷോ തീരാറായില്ലേ? 10:30 ഷോ തീരുമെന്ന് പറഞ്ഞു. 8:30 തുടങ്ങുന്ന ഷോ ഉച്ചയ്ക്ക് 2 മണിയോട്ട് നമ്മളിവിടെ നിൽക്കാൻ തുടങ്ങിയാണ്. രോഷാകുലരായ ഒരു കൂട്ടം ആരാധകരുടെ പ്രതികരണങ്ങളാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അവരുടെ രോഷപ്രകടനങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. വേടനെ കാണാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് വീട്ടിൽ പെർമിഷൻ പോലും ചോദിച്ച് സമയം കളയാതെ 2:30 മുതൽ വന്ന ഒരൊറ്റ നിൽപ്പാണ് പല പെൺകുട്ടികളാണ് തിരിച്ച് വീട്ടിൽ ചെല്ലേണ്ടതുണ്ട്. അതേപോലെ തന്നെ ചേച്ചിമാർക്ക് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട വേടനെ കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ പോവേണ്ടതുണ്ട്. നോട്ട് ദ പോയിന്റ്, വീട്ടിൽ പോവേണ്ടതുണ്ട്. സേഫ് ആയിട്ട് വീട്ടിൽ തിരിച്ചു ചെല്ലുക എന്നുള്ളത് സാധാരണക്കാരനായിട്ടുള്ള കുടുംബത്തിൽ നിന്ന് വരുന്ന ഓരോ ഇന്ത്യക്കാരൻ്റെയും ഒരു ആഗ്രഹമാണ്. ആ ഒരു ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയാണ് വൈകിട്ട് ഓടിപ്പിടിച്ച് റിസ്ക് എടുത്ത് ട്രെയിനിലും ബസ്സിലും ഒക്കെ വലിഞ്ഞു കയറുന്നത്. അതേപോലെ തന്നെ ലിഫ്റ്റ് അടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത്, ബൈക്കിലും സ്കൂട്ടറിലുമൊക്കെ ചീറിപ്പാഞ്ഞു പോകുന്നത്. അത്രയധികം വീട്ടിലെത്താൻ ആഗ്രഹമുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. ഞാൻ വെറുതെ ആലങ്കാരികമായിട്ട് ഒരു ഇൻട്രോയിൽ അങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. വീട്ടിൽ ചെല്ലുക, വീട്ടിൽ നിന്ന് പോവുക എന്നൊക്കെ പറയുന്നത് ഒരു ദൈനംദിന ആവശ്യമാണ്. അത് നമ്മളുടെ ജീവിതത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഗതിയാണ്. അത്രയധികം അത്യാവശ്യമുള്ള, സേഫായിട്ട് വീട്ടിൽ ചെല്ലണമെന്ന് ആഗ്രഹമുള്ള നമ്മളെപ്പോലുള്ള ആളുകളാണ് ഈ ചെളിക്കുണ്ടിൽ വേടനെ കാത്തു നിൽക്കുന്നതും ബാംഗ്ലൂരിൽ ആ ഒരു ടീമിൻ്റെ വിജയാഘോഷത്തിൽ പങ്കെടുത്ത് മരണപ്പെടുന്നതും ഒക്കെ. 12 പേരുടെ മരണമാണ് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ 3 പേർ വനിതകളാണ്. കുട്ടികളുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും മരിച്ചവരിൽ കുട്ടികളുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 40-ലധികം പേർ പരിക്കേറ്റ് വിവിധ ആശുപത്രികളിലായി ഉണ്ട്. അതിൽ 6 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് എന്നാണ് ബംഗളൂരുവിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഈ പരേഡ് നടന്ന് ഈ വാഹനം, താരങ്ങളടങ്ങിയ വാഹനം ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് കടക്കുന്ന സമയത്താണ് ആളുകൾ വലിയ തിക്കും തിരക്കും ഉണ്ടാക്കി സ്റ്റേഡിയത്തിനകത്തേക്ക് പ്രവേശിക്കാനുള്ള ശ്രമവും ഒപ്പം ഈ താരങ്ങളുടെ വാഹനങ്ങൾക്ക് പുറകിലേക്ക് ഓടുന്ന ഒരു അവസ്ഥയും ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഈ തിക്കിലും തിരക്കിലും ഇങ്ങനെ വലിയ ദുരന്തമുണ്ടായത് എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. തിരക്ക് നിയന്ത്രിക്കാനായി ഏകദേശം 5000 പോലീസുകാരെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ചിരുന്നു എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും വരുന്ന ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പ്. പക്ഷെ അതുകൊണ്ടൊന്നും 5000 പേരുടെ പോലീസ് സേന കൊണ്ടൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അത്ര ഒരു ജനസാഗരമല്ല, ജനങ്ങളുടെ ഒഴുക്കല്ല ഇന്ന് ബംഗളൂരു നഗരത്തിൽ ഉണ്ടായത്. ഇന്നലെ രാത്രി റോയൽ ചലഞ്ചേഴ്സ് കപ്പ് നേടിയ ആ നിമിഷം മുതൽ ബംഗളൂരു നഗരത്തിൽ എത്തിപ്പെടാൻ സാധിക്കുന്ന എല്ലായിടങ്ങളിലേക്കും കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, കർണാടകയിൽ മാത്രമല്ല RCBയുടെ ഫാൻസ് ആയിട്ടുള്ള ആളുകൾ എല്ലാവരും അങ്ങോട്ടേക്ക് ഒഴുകി എത്തുന്നുണ്ടായിരുന്നു. ഇന്ന് ഉച്ചയോടെ ടീം എത്തിയ HAL എയർപോർട്ട് മുതൽ വിധാൻ സൗദ വരെയുള്ള വലിയ പാതയാണ്, വലിയ ദൂരമുള്ള റോഡാണ്. ആ റോഡിന് ഇരുവശവും ഇന്ന് ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. വിധാൻ സൗദ മുതൽ ചിന്നസ്വാമി സ്റ്റേഡിയം വരെ ഏതാണ്ട് 2.5 കിലോമീറ്ററാണ്. അംബേദ്കർ റോഡ് വഴി കസ്തൂർബ റോഡ് വഴി കയറി നേരെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് എത്തുന്ന ആ വഴിയുടെ പാതയിൽ ഒരു സൂചി പോലും നിലത്തിടാൻ പറ്റാത്ത അത്ര തിരക്ക് ഇന്ന് അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ മുതൽ താരങ്ങളെ കാത്ത് ആളുകൾ, ആരാധകർ ഇന്ന് ബംഗളൂരു നഗരത്തിലേക്ക് ഇരച്ചെത്തുകയായിരുന്നു. ഒരുപക്ഷെ ഈ വിക്ടറി പരേഡ് ഇന്ന് മാറ്റിവെക്കാനുള്ള ഒരു സാധ്യത മാറ്റിവെക്കാൻ വേണ്ടി അവർ ഇന്ന് പറഞ്ഞിരുന്നു രാവിലെ, ഇന്ന് വിക്ടറി പരേഡ് ഉണ്ടാകില്ല എന്നുള്ളത്. പക്ഷെ പിന്നീട് അത് നടത്താമെന്നും തീരുമാനിച്ചു. ടീം വിധാൻ സൗദയിൽ എത്തിയ ശേഷമാണ് വിധാൻ സൗദയുടെ പരിസരം മുഴുവൻ ആളുകളെ കൊണ്ട് നിറഞ്ഞു. ആ റോഡ് മുഴുവൻ കബൻ പാർക്ക് മുതൽ വിധാൻ സൗദ വരെയുള്ള ആ വീതികൾ, വലിയ വീതിയുള്ള റോഡാണ്. ആ വീതി മുഴുവൻ ആളുകളെ കൊണ്ട് നിറയുന്ന ഒരു സാഹചര്യമുണ്ട്. ദിവ്യാൻഷിക എന്നാണ് ഒരു കുട്ടിയുടെ പേര് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ദിവ്യാൻഷിക, അതാണ് മരിച്ച ഒരു കുട്ടിയുടെ പേര് എന്ന് പറയുന്നത്. അവിടെ നടന്നു. ഒരു പക്ഷേ ഒഴിവാക്കപ്പെടാൻ പറ്റുമായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്ന ഒരു അവസ്ഥയാണ്. ഈ വിക്ടറി പരേഡ് അല്ലെങ്കിൽ ഇത്ര വലിയൊരു വിജയാഘോഷം നടത്തുമ്പോൾ അതിന് വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തി ആളുകളെ കൃത്യമായി അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയ ശേഷമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ദുരന്തം ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടി വരും. പക്ഷെ അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കൂടുതലായി അറിയാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ സേവ് ചെയ്ത് വെച്ച വീഡിയോസാണ്. ഉടനെ തന്നെ ഏതെങ്കിലുമൊക്കെ വീഡിയോയുടെ ഭാഗമായിട്ട് ഇത് ഉൾപ്പെടുത്തേണ്ടി വരുമെന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് നിങ്ങളൊരു വാർത്ത കേട്ട് കാണും. തൊട്ട് മുന്നേ ഞാനത് പ്ലേ ചെയ്തിരുന്നു. 12 ആളുകൾ മരിച്ചു എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടിയ, ന്യൂസിൽ നിന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ. 12 ആളുകളാണ്. ഈ 12 ആളുകൾ എന്ത് കാരണത്തിലാണ് മരിച്ചത്? നമ്മൾ വാർത്തയിൽ കേട്ടു, ഒരു ടീമിൻ്റെ വിജയ ആഘോഷത്തിനിടയിൽ അതിൻ്റെ തിരക്കിടയിൽപ്പെട്ട് മരിച്ചതാണ്. ഇത്രയധികം വീട്ടിലെത്താൻ ആഗ്രഹമുള്ള, ഇത്രയധികം കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ ബന്ധങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന, വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി
വാക്കുകൾ കൊണ്ടെങ്കിലും രാവിലെ മുതൽ വൈകിട്ട് വരെ പണിയെടുക്കുന്ന ആളുകൾ വെറുതെ ജീവൻ നഷ്ടപ്പെടുത്തുകയാണ് ആരെയോ കാണാൻ വേണ്ടി. അകലെ നിന്നിട്ടുള്ള ഒരു വിദൂര ദൃശ്യം മാത്രമായിരിക്കും പല ആളുകൾക്കും ആത്മനിർവൃത്തിക്ക് വേണ്ടി ലഭിക്കുക. അത് മതി, ജീവൻ വെടിഞ്ഞും അത് നേടാൻ വേണ്ടി ആളുകൾ ഓടുകയാണ്. എന്തുകൊണ്ടായിരിക്കും ആളുകൾ ജീവൻ പോലും വെടിഞ്ഞ് ഈ ആരാധന പ്രകടിപ്പിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും ആളുകൾ ഞാൻ മുന്നേ പറഞ്ഞ വിദൂര ദൃശ്യത്തിന്റെ ആത്മനിർവൃതിയിലേക്ക് സ്വന്തം ജീവൻ വെടിഞ്ഞും ഓടാൻ വേണ്ടി ശ്രമിക്കുന്നത്? അവിടെയാണ് നമ്മൾ ഈ ക്വാളിറ്റി ഓഫ് ലൈഫിനെ കുറിച്ചിട്ട് ചിന്തിക്കേണ്ടത്. ഇന്ത്യ ക്വാളിറ്റി ഓഫ് ലൈഫിൽ ഏത് സ്ഥാനത്താണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. 88 രാജ്യങ്ങളുടെ റാങ്കിങ്ങിൽ ഇന്ത്യ 60ആണ്. നമ്മൾ ഇന്ത്യക്കാരാണ്, നമ്മൾ 60-ലാണല്ലോ, ബാക്കി ഇനിയും ഉണ്ടല്ലോ കുറേയധികം ആളുകൾ താഴെ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ആക്ച്വലി 60 എന്നൊക്കെ പറയുന്നത്, ഈ ക്വാളിറ്റി ഓഫ് ലൈഫിൻ്റെ കാര്യത്തിൽ 60 എന്നൊക്കെ പറയുന്നത് അത്രയധികം ദയനീയമാണ്. അതാണ് ഞാൻ മുന്നേ പറഞ്ഞ ആ ഒരു കാര്യത്തിൻ്റെ റീസൺ. നമ്മൾ വളരെയധികം ചെറിയ നൈമിഷികമായിട്ടുള്ള ചില സന്തോഷങ്ങൾക്ക് വേണ്ടി ജീവൻ പോലും വെടിയാനായിട്ട് റെഡി ആയിട്ടുള്ള ആളുകളാണ്. ജീവൻ പോലും പണയപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യക്കാരൻ്റെ ഈ ഒരു ആരാധന പ്രകടനത്തിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് അവൻ ആ ഒരു ജീവന് അത്ര വാല്യൂ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ ഇപ്പോൾ യൂറോപ്യൻസിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഹാപ്പിനെസ് ഇൻഡെക്സിലും അതേപോലെ തന്നെ ക്വാളിറ്റി ഓഫ് ലൈഫിലും മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളിലുള്ള ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടോ? അവർ ഏതെങ്കിലും ഒരു കുഞ്ഞ് ക്രാഫ്റ്റ് വർക്ക്, ഒരു എന്തെങ്കിലുമൊക്കെ പേപ്പർ വെച്ചിട്ടുള്ള ഒരു ആർട്ട് ചെയ്യുകയാണെങ്കിൽ പോലും അവർ കയ്യിൽ ആദ്യം ഒരു ഗ്ലൗ ഇടും, അതേപോലെ തന്നെ ഒരു സേഫ്റ്റി ഗ്ലാസ് വയ്ക്കും. ഇതൊക്കെ അവരെന്തിനാണ് ചെയ്യുന്നത്? അവരത്രയധികം മൈന്യൂട്ടായിട്ട് പോലും അവരുടെ സ്വന്തം ശരീരത്തെക്കുറിച്ചിട്ടും ജീവനെക്കുറിച്ചിട്ടും അത്രയധികം ബോധവാന്മാരാണ്. അവർക്ക് അതിൻ്റെ വാല്യൂ നന്നായിട്ട് അറിയാം. എന്നാൽ ഇന്ത്യക്കാരന് അവൻ്റെ ജീവൻ പണയപ്പെടുത്തിയിട്ടുള്ള പ്രകടനങ്ങളൊക്കെ മാസാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു വർക്ക്ഷോപ്പിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള പല മെക്കാനിക്സും ഗ്ലൗ ഉപയോഗിക്കാറില്ല. അതേപോലെ തന്നെ വെൽഡ് ചെയ്യുന്ന സമയത്ത് ഈ സേഫ്റ്റി ഗൂഗിൾസ് വെച്ചിട്ട് ചെയ്യാത്തത് എന്തോ എക്സ്പീരിയൻസ് കൊണ്ടാണ് എന്നൊക്കെ വിചാരിക്കുന്ന ഒത്തിരിയധികം ആളുകളുണ്ട്. എനിക്കിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ കുറേ കാലമായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് ഞാനതൊക്കെ വെറും കണ്ണുകൊണ്ട് നോക്കി ചെയ്യുമെന്നൊക്കെ ആളുകൾ അഭിമാനത്തോടെ പറയാറുണ്ട്. അതേപോലെ തന്നെ ഗ്രീസ്, ഓയിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്പ്രേ പെയിൻറ് ചെയ്യുന്ന സമയത്ത് മാസ്ക് വെക്കാതിരിക്കുക, ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്റ്റിൽ ഏർപ്പെടുന്നതൊക്കെ വലിയ മാസമായിട്ട് കൺസിഡർ ചെയ്യുന്ന ആളുകളാണ്. നമ്മൾ അവരോട് പറയുകയാണ്, ഇതൊക്കെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ശ്വസിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനുള്ളിലേക്ക് പോവുകയാണ്, സ്ഥിരമായിട്ട് ഇതുമായിട്ട് കോണ്ടാക്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവൻ പോലും പോകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഒന്നെങ്കിൽ ഒരു ഇമോഷണൽ ഡയലോഗ് ഇങ്ങനെ അടിക്കും, ഇങ്ങനെയൊക്കെയല്ലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ, ഞങ്ങളുടെ ഒരു അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി, എന്നാൽ ഒരു മാസ്ക് വാങ്ങിച്ചിട്, ആ ഒരു പ്രശ്നം മാറട്ടെ എന്ന് പറഞ്ഞാലും ഇവരതൊന്നും അംഗീകരിക്കില്ല. ചില ആളുകൾ ധാർഷ്ട്യത്തോടെ പറയും, എൻ്റെ ആശാനൊക്കെ എത്രയോ കാലമായിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട്, അയാൾക്കൊന്നും ഒരു കുഴപ്പമില്ല. ഇതൊക്കെ എക്സ്പീരിയൻസ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഹാർഡ് ലേബറൊക്കെ ചെയ്യുന്ന ആളുകൾ, എപ്പോൾ വേണമെങ്കിലും ഒരു ഇഞ്ചുറി ഉണ്ടാവാൻ സാധ്യതയുള്ള ആളുകൾ പണിക്കൊക്കെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, അവർ ഏറ്റവും ഭംഗിയായിട്ട് വസ്ത്രം ധരിച്ച് നല്ല ചെരുപ്പൊക്കെ ഇട്ട് പാദരക്ഷകളൊക്കെ ഉപയോഗിച്ച് ഷർട്ടും പാൻറ്റും ഒക്കെ ധരിച്ച് ബസ്സിലൊക്കെ കയറി ഈ പണി സൈറ്റിൽ വരുമ്പോഴത്തേന് അവർ ഏറ്റവും സേഫ്റ്റി കുറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു റബ്ബർ ചെരുപ്പ് ഇട്ട് ഒരു ഒറ്റമുണ്ട് കൊടുത്ത്, ചില ആളുകളാണെങ്കിൽ അടിവസ്ത്രം വരെ ഊരി ഭദ്രമാക്കി മാറ്റി വെച്ചിട്ട് പണിക്കിറങ്ങും. ഡയറക്റ്റ് ഒരു ഇഞ്ചുറി ഏറ്റവും പെട്ടെന്ന് ഉണ്ടാവാൻ സാധ്യതയുള്ള രീതിയിലേക്ക് സ്വയം പാകപ്പെടുത്തിയിട്ട് പണിക്കിറങ്ങും. നമ്മളിൽ പല ആളുകൾക്കും, ഈ ഒരു ജോലികൾ ചെയ്യുന്ന പല ആളുകൾക്കും ഒരു ടേം ഇൻഷുറൻസ്, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഒന്നും ഇല്ല. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമ്മൾ ദുരിതത്തിലേക്ക് പോവുകയും ചെയ്യും. ഇവിടെയാണ് നമ്മുടെ ആ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫൊക്കെ നിർണ്ണയിക്കപ്പെടുന്നത്. നമ്മളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു ഇഞ്ചുറി ഒക്കെ ഉണ്ടായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആളുകൾ സഫർ ചെയ്യും. അപ്പോൾ ആ ഒരു കുടുംബം മുഴുവൻ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് പോകും. ഒരു ചെറിയ പ്രിക്കോഷൻ എല്ലാ കാര്യങ്ങളിലും എടുക്കുന്ന ആ ഒരു രീതി പോലും ഇന്ത്യക്കാരന് എന്തോ വലിയ പുതുമയാണ്, അതെന്തോ വലിയ പരിഷ്കൃത പരിപാടിയാണ് എന്നുള്ള ആരോപണം അവർ ഉന്നയിക്കും. തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകാരൻ അവിടെ വരുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, അവിടെ മൊത്തം ചെളിയാണ്, ആ ഒരു ചെളിയിൽ ആൾക്കൂട്ടത്തിൽ വീണാൽ മരിക്കാൻ സാധ്യതയുണ്ട്, എന്നിട്ടും അവിടെ പോയി നിൽക്കുകയാണ്. തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീം വിജയിച്ചു, അവരുടെ വിജയ ആരവം കാണാനായിട്ട്, നേരിട്ട് കാണാനായിട്ടുള്ള ഒരു അവസരമുണ്ട്, വലിയ ജനത്തിരക്കാണ്, വീണ് പോയി കഴിഞ്ഞാൽ മരിച്ചു, എന്നിട്ടും ആളുകൾ അങ്ങടേക്ക് പോകുന്നതിന് മറ്റൊരു റീസൺ കൂടെ ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ നമ്മുടെ ജീവന് നമ്മൾ അത്ര പ്രാധാന്യം കൊടുത്തിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യമൊക്കെ നമുക്കിങ്ങനെ മൊത്തത്തിൽ പറയാമെന്നുണ്ടെങ്കിലും നമ്മൾ പ്രധാനപ്പെട്ടതായി പറയേണ്ടത് വേറൊരു കാര്യമാണ്. നമ്മൾ അങ്ങനെയുള്ള ചില നൈമിഷികമായിട്ടുള്ള സന്തോഷങ്ങൾക്ക് നമ്മുടെ ജീവനേക്കാൾ ഏറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൻ്റെ കാര്യമൊക്കെ നമ്മൾ എപ്പോഴും പറയും. നമ്മളുടെ ശത്രു രാജ്യം എന്ന് പല ആളുകളും പറയുന്ന പാകിസ്ഥാനേക്കാളിലും ഒക്കെ താഴെയാണ് ഇന്ത്യയുടെ സ്ഥാനം. നമ്മൾ പലപ്പോഴും ദാരിദ്ര്യം എന്നൊക്കെ പറയുന്ന പല ആളുകളും അതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഈ ഒരു ഹാപ്പിനെസ് നമുക്ക് തീരെയില്ല. അപ്പോൾ നമുക്ക് വൈകിട്ട് എത്രയും പെട്ടെന്ന് പേടനെ കണ്ടിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ അന്നത്തെ ദിവസം ആകെ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് അതായിരിക്കും. ആ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി നമ്മൾ ജീവൻ പോലും റിസ്ക് ചെയ്യാനായിട്ട് റെഡിയാണ്. പലപ്പോഴും പേരൻസ് ഒക്കെ ഇങ്ങനെ പറയാറുണ്ട്, കുട്ടികൾക്ക് എങ്ങനെയാണ് ഇത്രമാത്രം ആരാധനയ്ക്ക് വരുന്നത്, അവരിത്ര റിസ്ക് എടുത്തിട്ട് പെർമിഷൻ ചോദിക്കാതെ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് ലൈഫ് റിസ്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്?
നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് സന്തോഷിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ കുറയുന്നു. സന്തോഷിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ കുറയുന്ന സമയത്ത് ലൈഫ് റിസ്ക് ചെയ്യാനായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണ്? അത് സിവിക് സെൻസ് അവർക്ക് വളരാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ സ്കാൻഡിനേവിയൻ നേഷൻസ് എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ സന്തോഷത്തിൽ ഒത്തിരിയധികം ആഹാടുന്ന രാജ്യത്തുള്ള ആളുകളൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എടുക്കുന്ന സേഫ്റ്റി മെഷേഴ്സിനെ കുറിച്ചിട്ട് പറഞ്ഞു. അവർക്ക് അങ്ങനെ എടുക്കാനായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഒന്ന്, അവരുടെ ലൈഫ് അത്രത്തോളം പ്രഷ്യസ് ആയിട്ട് അവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അങ്ങനെയുള്ള ചെയ്തികൾ, അങ്ങനെ ആളുകൾ ചെയ്യുന്നത് കണ്ട് ശീലിച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങനെയൊന്നും കാട്ടിക്കൊടുത്തിട്ടില്ല. ഈ പൗരബോധം എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ പുരോഗമിച്ചിട്ടുള്ളൊരു നാട്ടിൽ പിറന്നു വീഴുന്ന സമയത്ത് ഒരാൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുന്നതല്ല. അയാളുടെ ചുറ്റിനുമുള്ള ആളുകളിൽ നിന്ന് അയാൾ കണ്ടും അതേപോലെ തന്നെ വായിച്ചും കേട്ടുമൊക്കെ ആർജിച്ചെടുക്കുന്ന സംഗതികളാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് വിചാരിച്ചെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ദുരിതങ്ങളിൽ നിന്ന് ഒഴിവാകാനായിട്ട് പറ്റത്തുള്ളൂ. ആളുകൾക്ക് സ്വന്തം ജീവൻ ഒരു പ്രാധാന്യമില്ല. ചുമ്മാ കൂട്ടമായിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയൊക്കെ ഓടുകയാണ്. ഒരു സെൽഫിക്ക് വേണ്ടി ജീവൻ വെടിയുന്ന ആളുകൾ. ഇപ്പോൾ ട്രെയിനിൻ്റെ മുൻപിലൊക്കെ പോയി നിന്ന് ഫോട്ടോ എടുക്കുന്ന ആളുകളെ കളിയാക്കും. എന്നിട്ട് ഏതെങ്കിലും താരരാജാവ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടീം ജയിക്കുന്ന സമയത്ത് ലൈഫ് റിസ്ക് ചെയ്തിട്ട് വിജയ ആരവങ്ങൾക്കിടയിലേക്ക് ഓടും. അതേപോലെ തന്നെ ആൾ കൂടുന്ന സമയത്ത് അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി കുറേയധികം കോപ്രായങ്ങൾ കാണിക്കുന്ന ആളുകൾ, അവരുടെ ചേതോ വികാരത്തെക്കുറിച്ചിട്ട് മറ്റൊരു വീഡിയോയിൽ ഞാൻ വിശദമായി സംസാരിക്കാം. നിങ്ങളുടെ ചില അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. ഈ വീഡിയോയിൽ കാണുന്ന ചേട്ടന്മാരെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ മുന്നേ ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെ അഭിപ്രായത്തിനോട് ചേർത്ത് രണ്ടാമതായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയ്ക്കുള്ള കുറച്ച് എലമെൻറ്റ്സ് ആവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി.